അപ്പൊ ഞാൻ തുടങ്ങി വെച്ച വിഷയം എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. ഇതാണ് വിഷയം. ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ചില ആളുകൾ മൈദയുടെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ചില ആള് രോഗിയാവുക എന്ന് വെക്കുക. ഹോട്ടലിലാണ് ഇയാൾ ജോലി. അപ്പൊ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നിങ്ങൾക്ക് സ്ഥിരമായി പൊറോട്ട ഇയാൾ കഴിക്കുന്നു വെക്കുക. ഒരു ഉദാഹരണം പറയാണ്. കുറെ കാലം അങ്ങനെ കഴിഞ്ഞു പോയി, മറ്റു ജോലിയൊന്നും അറിയാത്തതുകൊണ്ട് വീണ്ടും ജോലി ഹോട്ടലിൽ തന്നെ തുടരാണ്. അപ്പം ആഴ്ചയിൽ 2, 3, 4 തവണക്ക് ഈ പാവം പൊറോട്ട കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഷുഗറാണെന്ന് കണ്ടെത്തി, പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തി. അപ്പൊ ഭക്ഷണം നിയന്ത്രിക്കണം, നേരത്തെ പറഞ്ഞ പോലെ മധുരക്ക നിയന്ത്രിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹം പൊറോട്ട മാത്രം നിയന്ത്രിച്ചില്ല. കേരളത്തിൽ പ്രമേഹ രോഗം വർദ്ധിപ്പിച്ചതിൽ ഒരു പ്രതി പൊറോട്ടയാ. ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? കേരളത്തിൽ ഇത്ര കണ്ട് പ്രമേഹ രോഗികളെ സൃഷ്ടിച്ചതിൽ ഒരു പ്രതി മൈദ ഫുഡാണ്. ഇനി അതൊരാൾക്ക് ബോധ്യമാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു 10-40 ദിവസം സ്ഥിരമായിട്ട് 3 നേരം മൈദയുടെ ഫുഡ് കൊടുക്കുക. ഗൾഫ് രാജ്യത്തായാലും ഇവിടെയായാലും മൂത്രാശയ രോഗം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനം മൈദ ഫുഡാണ്. ഗൾഫ് രാജ്യത്ത് പലർക്കും ഈ കുബൂസ്, അവിടെ വേഗം വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന നിലക്ക് കുബൂസ് കഴിക്കും. പലർക്കും മൂത്രത്തിൽ കല്ല്, വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ കല്ല്. അപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം ഇവര് വല്ലാതെ കുബൂസ് കഴിക്കും. എളുപ്പമുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വേഗം കഴിക്കാൻ പറ്റും എന്നുള്ള നിലക്ക്, അവിടെ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുമെന്ന നിലക്ക് പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരെങ്കിലും കുബൂസ് കഴിക്കും. അങ്ങനെ കഴിക്കേണ്ടി വരുന്ന പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ചും ഈ നാട്ടിലെ പല സംരംഭങ്ങളും വിജയിക്കുന്നത്, പല നന്മകളും വിജയിക്കുന്നത് ഈ നാട്ടുകാരായ ഗൾഫ് സഹോദരന്മാരുടെ സഹായത്താലാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പം ഇവിടുത്തെ അധ്യാപകനും എന്റെ നാട്ടുകാരനും എന്റെ കുടുംബക്കാരനൊക്കെ ആയ സലീം മാഷു പറഞ്ഞു. പല നല്ല കാര്യങ്ങളും ഇവിടെ വിജയിപ്പിക്കുന്നത് ഗൾഫുകാരായ ഈ നാട്ടിലെ സഹോദരന്മാരാണത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ, അവർക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, അവരെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിൽ അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. അവർ വല്ലാതെ കാര്യങ്ങളിൽ സഹായിക്കും. നിങ്ങളും സഹായിക്കും, എല്ലാവരും സഹായിക്കും. അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ രോഗിയായത്? നിങ്ങൾ തിരിച്ചറിയുക. ആരോഗ്യത്തെ വലിയ നിഅമത്തായി നമ്മൾ കണ്ടില്ല. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. മറ്റൊരു ഹദീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. 2 നിഅമത്തുകളെ, ഇതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ, 2 നിഅമത്തുകളെ ജനങ്ങളിൽ അധിക ആളുകളും നശിപ്പിച്ച് കളയുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ. മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിൽ അധിക ആളുകളും പാഴാക്കി കളയുന്നവരാണ്. ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളിൽ അധിക ആളുകളും, ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളിൽ അധിക ആളുകളും 2 അനുഗ്രഹങ്ങളെ പാഴാക്കി കളയുന്നവരാണ്. ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അസ്വിഹ്ഹതു, ആരോഗ്യമാണ്. നോക്ക് നിങ്ങൾ, സ്വർഗീയ നിഅമത്താണ് ആരോഗ്യം. അസ്വിഹ്ഹതു നിഅമത്തും മിനൽ ജന്ന. ഒരു മനുഷ്യൻ ആരോഗ്യവാനാവുക എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ഒരു അനുഗ്രഹം അവന്റെ കൂടെയുണ്ട് എന്നാണ്. ഇത് പറഞ്ഞത് കാരണം ഈ പരിശുദ്ധ വചനം പറഞ്ഞത് കാരണം, ഈ അമൂല്യമായ വിജ്ഞാനം നമ്മൾ പങ്കുവെച്ചത് കാരണം ഈ സദസ്സിലിരിക്കുന്ന രോഗികൾക്ക്, നമ്മളെ കേൾക്കുന്ന രോഗികൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും ചൊരിയട്ടെ. അസ്വിഹ്ഹതു നിഅമത്തും മിനൽ ജന്ന. രോഗമില്ലാത്ത ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ, വേദനയില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ ധർമ്മങ്ങളൊക്കെ കൃത്യമായി നടക്കുന്ന അവയവങ്ങൾ ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ
അയാൾ സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നു. അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം, അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം. രോഗമെന്നാൽ നരകീയമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ നരകശിക്ഷയുടെ ഒരു ഭാഗമാണ്, നരകീയമായ പ്രയാസത്തിന്റെ ഭാഗമാണ്. കാല് നിവർത്താൻ പറ്റൂല, ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റൂല, മുട്ടുമടക്കിയൊന്നും ഇരിക്കാൻ പറ്റൂല, ഇരുന്നെടുത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റൂല. റൂം വിശാലമായിട്ടെന്താ കാര്യം? വീട് വിശാലമായിട്ടെന്താ കാര്യം? ഒന്ന് ശരിയായി നടക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? 4000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിട്ട് എന്താ കാര്യം? കാല് കൊണ്ട് നടക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഒരു കിച്ചൺ, പിന്നെ ഒരു വർക്ക് ഏരിയ, പിന്നെ പുറമേ നിന്ന് പാചകം ചെയ്യാൻ മറ്റൊരു കിച്ചൺ. ഒരു വീട്ടിൽ 3-4 കിച്ചണാ. പക്ഷെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ശാരീരിക അവസ്ഥയാണെങ്കിൽ എന്തിനാണ് ഒരു വീടിന് 3-4 കിച്ചൺ? ഇല്ലാന്ന് പറയോ നിങ്ങൾ? ഇല്ലാന്ന് പറയോ? പറയാൻ കഴിയോ നിങ്ങൾക്ക്? ഒരിടത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തേ? വീട്ടിന്റെ പുറമെ നല്ല മനോഹരമായ വീട്, ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ഷെഡ് കെട്ടിയിട്ടുണ്ട്, പന്തൽ കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ 4-5 വരി കല്ല് വെച്ച് പൊക്കി ഗ്രില്ലാക്കിയിട്ട് അവിടെ ജസ്റ്റ് അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ഒരു സൗകര്യവും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമില്ലാക്കി കാര്യങ്ങളൊക്കെ പുറത്താക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ വീടിന്റെ ഉള്ളൊന്ന് എനിക്ക് കാണണം. അപ്പൊ കയറിയതേ ഒരു കിച്ചണിലേക്ക്, പിന്നെ കയറിയത് അതിന് മുമ്പുണ്ടാക്കിയ കിച്ചണിലേക്ക്, പിന്നെ പുകയില്ലാത്ത അടുപ്പുള്ള ഒരു ഭാഗത്തേക്ക്. ഓൾറെഡി ഇപ്പൊ അവിടെ 3 ഭക്ഷണം പാചകം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മനുഷ്യൻ എന്തൊക്കെയാ ചിന്തിക്കണത്? എന്തുമാത്രം ചിന്തകളിൽ വൈകല്യം വന്നു മനുഷ്യന്മാർക്ക് എന്നറിയോ? ചിന്തകളിൽ എന്തുമാത്രം വൈകല്യങ്ങളാ വന്നത്? എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും 3-4 കിച്ചൺ ഉണ്ടായിട്ടും രുചികരമായ ഭക്ഷണം കഴിക്കാൻ പലർക്കും പറ്റൂല. ചപ്പാത്തി മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ചില ആളുകൾക്ക്. മാംസം കഴിച്ചൂടാ, മത്സ്യം കഴിച്ചൂടാ, ബിരിയാണി കഴിച്ചൂടാ. ബിരിയാണിയൊക്കെ നല്ല ഭക്ഷണമല്ലേ പ്രിയപ്പെട്ടവര്? ശരിയായ രൂപത്തിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ബിരിയാണി നല്ല ഭക്ഷണമാണ്, രാജകീയ ഭക്ഷണമാണ്. ഹൈദരാബാദ് നൈസാമുമാര് രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിക്കൊടുത്ത ഭക്ഷണമായിരുന്നു ബിരിയാണി. ഇസ്ലാമിക സമൂഹത്തിലെ നല്ല ഔഷധ ഗുണമുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നവർ നിർമ്മിച്ച ഭക്ഷണമാണ് ബിരിയാണി. ശരീരത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന മിക്ക വസ്തുക്കളും ചേർത്ത് പാചകം ചെയ്യുന്ന അമൂല്യ ഗുണമുള്ള ഭക്ഷണമാ സത്യത്തിൽ ബിരിയാണി. അത് രോഗം ഉണ്ടാക്കുന്ന ഒന്നുമല്ല. അങ്ങനെ ആരും പറയരുത് അത് രോഗം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 വട്ടം കഴിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല. അവിടെ പ്രശ്നം. ബിരിയാണി നല്ല ഭക്ഷണമാണ്, പക്ഷെ ആഴ്ചക്ക് 4 വട്ടം കഴിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല. അവിടെയാണ് പ്രശ്നം. മാംസം നല്ല ഭക്ഷണമാണ്, മാംസം സ്വർഗീയ ഭക്ഷണമാണ്, സ്വർഗത്തിലെ രാജകീയ ഭക്ഷണമാണ് മാംസം. പക്ഷേ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ആകെ ആഴ്ചയിൽ 70 അതിൽ താഴെയോ ഗ്രാം കഴിക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. കൂടുതൽ കഴിച്ചാൽ ഇടങ്ങാറാവുക തന്നെ. വേറെന്താ? മനസ്സിലായിട്ടില്ല? പറഞ്ഞൊന്നും തിരിഞ്ഞിട്ടില്ല. ചിലത് തിരിയാണ്ടിരിക്കലാ നല്ലല്ലേ? പെണ്ണുങ്ങൾക്ക് തിരിഞ്ഞോന്നറിയില്ല. മാംസം നല്ല ഭക്ഷണമാണ്. സയ്യിദു തആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസ ഭക്ഷണത്തെ വിശേഷിപ്പിച്ച് എങ്ങനെയെന്നറിയോ? സയ്യിദു തആം, ഭക്ഷണത്തിലെ രാജാവ്. ഭക്ഷണത്തിലെ രാജാവാണ് മാംസം. പക്ഷേ നമ്മുടെ ശരീരത്തിന് എപ്പോഴും രാജാവിനെ സ്വീകരിക്കാൻ കഴിയില്ല. ഇതാ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും രാജാവിനെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല. അതുകൊണ്ടാ പലരും മാംസം കഴിച്ച് രോഗിയായത്. സ്ഥിരമായി ആഴ്ചയിൽ 3-4 തവണയൊക്കെ മാംസഭക്ഷണം കഴിക്കുന്നവൻ ശവം പേറുന്നവനാണെന്ന മുഹമ്മദ് റസൂൽ. അത് ചെറിയ വിശേഷണമല്ല, അത് അപകടം നിറഞ്ഞ വിശേഷണമാണ്. ആഴ്ചയിൽ 4-5 തവണയൊക്കെ ഇറച്ചി ഭക്ഷിക്കേണ്ടി വരുന്നവൻ അള്ളാഹുവിന്റെ കോപമിറങ്ങുന്ന ശരീരത്തിന്റെ ഉടമസ്ഥനാണ്. എന്താ മനസ്സിലാക്കിയത്? ആഴ്ചയിൽ 4-5 തവണയും മാംസഭക്ഷണം കഴിക്കേണ്ടി വരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ കോപമിറങ്ങുന്ന ശരീരമാണ് നിങ്ങളുടെ ശരീരമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. കോപമിറങ്ങുന്ന ശരീരത്തിലാണ് രോഗം.
കോപം ചൂടാണ്. അൽഹുമ്മാമിൻ ഫൈഹി ജഹന്നം ഒക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്ന് മനസ്സിലാക്കുക. സിഹാഹു സിത്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ 10450 പരം ആരോഗ്യ ദർശനങ്ങളുള്ള ഹദീസുകളുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടാത്തിടത്തോളം കാലം മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ദുരിതമായി ശാരീരിക മാനസിക രോഗങ്ങൾ ഉണ്ടായിത്തീരും. ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിഞ്ഞാലേ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയൂ. ഇതിൽ ഒന്നാമത് നമ്മളിൽ സംഭവിച്ച അപകടം, നാം നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്തില്ല, ദുആയിനെ ഗൗരവത്തോടെ കണ്ടില്ല. നാം പ്രകാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചില്ല. രോഗം വരാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പ്രകാശത്തിനെ ചോദിക്കണം. പ്രകാശ ഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കണം. ഭക്ഷണത്തിൽ പ്രകാശം നിറയുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം. വെള്ളത്തിൽ പ്രകാശം നിറയുന്ന സമയത്ത് വെള്ളം കുടിക്കണം. പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയത്ത് അഖ്രിജ്നീ മിനൽ-ളുലുമാതി ഇലൻ-നൂർ എന്ന് ദുആ ചെയ്യണം. പ്രകാശത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ. അൽ മറളു ളുലുമത്തുൻ, അടുത്ത ഹദീസ്, അടുത്ത പുണ്യവചനം, അൽ മറളു ളുലുമത്തുൻ, രോഗമെന്നാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഇരുട്ട് കയറലാണ്. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ ഏത് രോഗം? ശിക്ഷാരോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ചില വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മറന്നു പോവരുത്. മനുഷ്യൻ 2 രൂപത്തിൽ രോഗിയാകും. ഒന്ന് ശിക്ഷാരോഗമാണെങ്കിൽ മറ്റൊന്ന് പരീക്ഷണ രോഗമാണ്. ഞാൻ ചർച്ച ചെയ്യുന്നതിൽ പരീക്ഷണ രോഗമില്ല. പരീക്ഷണ രോഗം പിടികൂടുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കാണ്. നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയായിനും ഉലമായിനും സ്വാലിഹീങ്ങൾക്കുമാണ് പരീക്ഷണ രോഗം വരിക. അവരെ കുറിച്ച് ചർച്ചയില്ല, അത് അതപകേടായി പോകും. അള്ളാഹുവിന്റെ നബിമാർക്ക്, അള്ളാഹുവിന്റെ ഔലിയായിന്, ഉഖ്റവിയായ ഉലമായിന്, അതുപോലെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർക്ക് അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും. അത് വേറെ. ഞാൻ പറയുന്നത് ശിക്ഷാരോഗം. സ്വന്തം ശരീരത്തോട് നീതി പുലർത്താത്ത മനുഷ്യന്റെ രോഗത്തിലേക്ക് അള്ളാന്റെ കോപമിറങ്ങും. അൻസലല്ലാഹു ദാഅൻ, അള്ളാഹുവിൽ നിന്ന് രോഗമിറങ്ങും. അതിനെ കുറിച്ചാ പറയണത്.